ഇത്തവണ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ പുറത്തേക്ക് തെറിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ കോൺഗ്രസ്സുകാർക്കിടയിൽ നിന്ന് പോലും ഒരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ആ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട എല്ലാവർക്കും ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തതിലുള്ള അമർഷവും അതോടൊപ്പം വിയോജിപ്പും അവിടുത്തെ മെത്രാന്മാരടക്കം അല്ലെങ്കിൽ പുരോഹിതന്മാരടക്കം അവിടുത്തെ സഭാ മേലധ്യക്ഷന്മാരടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ വിയോജിപ്പിനെ കുറിച്ച്. അപ്പോൾ അതായത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു നേതാവ് മന്ത്രിയായി കാണാൻ അവിടെ പുതുപ്പള്ളിയിലുള്ള എല്ലാവരും സഭാ മേലധ്യക്ഷന്മാരടക്കം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പുതുപ്പള്ളിയിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ മേലധ്യക്ഷന്മാരും മാത്രമാണോ ചാണ്ടി ഉമ്മൻ്റെ മന്ത്രിസ്ഥാനത്തെ ആഗ്രഹിച്ചിരുന്നത്? തീർച്ചയായും അല്ല എന്ന് പറയേണ്ടി വരും. അതിലേറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു. സ്വാഭാവികമാണ്, അതിലാർക്കും ചാണ്ടി ഉമ്മനെ കുറ്റം പറയാനേ കഴിയില്ല. താൻ ഇത്തവണ മന്ത്രിയാകും എന്ന് ചാണ്ടി ഉമ്മൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അങ്ങനെ തനിക്ക് മന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മണ്ണൊരുക്കൽ വിദ്യകളും ചാണ്ടി ഉമ്മൻ നടത്തിയിരുന്നു പുതുപ്പള്ളിയിൽ. നമുക്കറിയാം, ഇച്ചിരി വില കൂടിയതാണെങ്കിൽ പോലും സൈക്കിളിലാണ് ചാണ്ടി ഉമ്മൻ തൻ്റെ ആൾക്കാരെ കാണാനായി, അതായത് തൻ്റെ വോട്ടേഴ്സിനെ കാണാനായി ചാണ്ടി ഉമ്മൻ എത്തിയത്. പഞ്ചറാകാത്ത സൈക്കിളും ചവിട്ടിക്കൊണ്ട് എല്ലായിടത്തും ചെല്ലുമ്പോൾ സ്വാഭാവികമായൊരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു, ഞങ്ങളുടെ ആള് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലെക്സ് ബോർഡുകളും ഈ പറയുന്ന നോട്ടീസുകളും പിന്നെ വാഹന പ്രചരണ ജാഥകളും ഒന്നുമില്ലാതെ അതിൻ്റെ പണം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വഴി സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉപകരിച്ചതിലൂടെ ചാണ്ടി ഉമ്മൻ വീണ്ടും ജനകീയ മുഖമായി മാറുകയാണ്. ഇന്നത്തെ ചില പിള്ളേർ ചെയ്യുന്ന പോലെ റീലെടുത്ത് കളിക്കാൻ നിന്നില്ല ചാണ്ടി ഉമ്മൻ. അപ്പോൾ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ചാണ്ടി ഉമ്മൻ ലക്ഷ്യം വെച്ചത്. ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ആ പുതുപ്പള്ളിയുടെ ജനനായകൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തിയിലേക്ക് എത്തിപ്പെടാനും ചാണ്ടി ഉമ്മന് സാധിച്ചു. അത് വെറുതെ ചാണ്ടി ഉമ്മൻ കളിച്ച കളിയല്ല. കാരണം ഈ പറയുന്ന ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഗെയിമുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന KPCC അധ്യക്ഷന് വേണ്ടി ചാണ്ടി ഉമ്മൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ഇത് ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെയാണ് എന്ന്.